ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ ഇവൻ ആള് വെറും തറയാണ്. നിരന്തരമായ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ ഇതേപോലെ ജയിപ്പിക്കുന്നതും ഒരു മന്ത്രിയാക്കുന്നത് തെറ്റ് തന്നെയാണ്. ആ സ്ത്രീ, അതായത് ഗണേഷ് കുമാറിൻ്റെ ലീഗലി വെൻഡഡായിട്ടുള്ള ഭാര്യ പറയുന്നു അവർ പരാതിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം ജനങ്ങളെല്ലാം അറിഞ്ഞു. ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഗണേഷ് കുമാറിൽ നിന്ന് പരാതി എഴുതി മേടിക്കുക, അതേപോലെ തന്നെ അന്വേഷണം നടത്തുക. എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥന് പേഴ്സണൽ സ്റ്റാഫുള്ളവന് അയാളുടെ ലീഗലി വെൻഡഡായിട്ടുള്ള വൈഫിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ച് വാങ്ങുവാനും കഥവടച്ച് കുറ്റിയിടാനും എന്തുകൊണ്ടാണ് പോലീസ് തിരികെ പോയത്? ഇതിനെപ്പറ്റി അന്വേഷണം വേണം. അല്ലെങ്കിൽ ഇതൊരു ബനാന റിപ്പബ്ലിക് പോലെയാണ്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഗണേഷ് കുമാറിനെ പറ്റി ഞാൻ അറിഞ്ഞിടത്തോളം വിവരം പരമച്ചെറ്റയാണ്. ആ ഒറ്റ വാക്കിൽ പറയും. ഇവനെ ഒരു വീടുകളിലും കയറ്റാൻ ഉള്ളില്ല. ആ വീട്ടിൽ കയറ്റിയോ അവിടെ പ്രശ്നമുണ്ടാ. എനിക്കറിയാവുന്ന പത്തനാപുരത്തെ പല ഫാമിലിയിൽ ഇവനെ വീട്ടിൽ കയറ്റിയവരെല്ലാം അനുഭവിക്കുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് പറയാം. ആദ്യമായിട്ട് ഇവന് വീട് വാടകയ്ക്ക് കൂടുതൽ വലിയ സെലിബ്രേഷനൊക്കെ നടത്തി, വലിയ റിസപ്ഷനൊക്കെ നടത്തിയൊരു ഫാമിലി, അവസാനം ആ ഫാമിലിയെ വരെ പോകമാക്കാൻ ഇവൻ പോകും. ഇവന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, പത്തനാപുരത്തുകാർ വെറും ഊളകളാണ് ഇവനെ കൊണ്ട് ഒരുത്തനെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു വിടുന്ന കാര്യത്തിന്. ഇതിനകത്ത് തന്നെയാണ് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത്. ഗണേഷ് കുമാറിനെ ജയിപ്പിക്കണോ, രാഷ്ട്രീയത്തിൽ നിർത്തണോ, അതോ അവനെ തകർത്ത് കളയണോ?